ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങുമ്പോഴത്തേക്ക് കുഞ്ഞാപ്പൂടെ ബായി എന്നൊക്കെ പറയുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ നേരം വൈകിയൊക്കെയാണ് എണീറ്റത്. അന്നേരം കാലത്തെ കലാപരിപാടികളൊക്കെ കുറച്ച് സമയമായി കേട്ടോ. അരുതപ്പോൾ രാവിലെ ഇന്ന് ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. റവേൻ്റെ ഉപ്മാവല്ല, നമ്മളെ ബെൻസി റവ എന്നൊക്കെ പറയും. പല സ്ഥലത്ത് അതിനെ പല പേരുകളിലായിരിക്കും പറയുക കേട്ടോ. അത് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും എങ്ങനെയാണ് പേര് പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അന്നേരം ഞാനിങ്ങനെ ഓരോരോ കഥകൾ ഇവരോട് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ രാവിലത്തെ പരിപാടികൾ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ സാധാ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ തന്നെ പച്ചക്കറികൾ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റോ ബീൻസോ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഉള്ളിയും പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും മാത്രമേ എടുക്കുന്നുള്ളൂ. കരിവേപ്പിലില്ല. കരിവേപ്പിലും വറ്റൽമുളകും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇട്ടാൽ. അതില്ലാത്തപ്പം നമ്മളില്ലാത്ത പോലെയും ഉള്ളപ്പം നമ്മളുള്ളത് പോലെയും ജീവിക്കണം എന്ന് പറയുന്നത് പോലെ ഇതാണ് സംഭവം കേട്ടോ. ഇതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. നമ്മൾ ബെൻസി റവ എന്നാണ് പറയുക. ഉപ്മാവ് റവ എന്നൊക്കെയാണ് അതിൻ്റെ മുകളിൽ എഴുതിയേക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ റവ ഉപ്മാവ് തിന്നുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഒരു നേരം വയറ് നിറയാൻ ഇത് ധാരാളമാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ ഒരു പാക്കറ്റ് വാങ്ങിയാൽ 2 പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കാറ്. ഇതെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ വേഗം സംഭവം കാലിയാവും ചെയ്യും കേട്ടോ. ചൂടോടെ നമുക്ക് വേറെ കറികളോ പഴമോ അങ്ങനെ ഒന്നും വേണ്ട. ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. മീൻ കറിയൊക്കെ, മീൻ പുളിമുളക് ഇട്ടതൊക്കെ നല്ല കോമ്പിനേഷൻ ആട്ടോ. ഞങ്ങൾ പിന്നെ ഇന്നലത്തെ മീൻ കറീൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ചാറൊഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. അരിതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു വറുത്ത പോലെയൊക്കെ തന്നെയാണ് ഉള്ളത്. അന്നേരം വറക്കാതെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കുഴഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ ചെയ്തപ്പോൾ. പിന്നെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. കുറച്ച് നേരം കേട്ടോ, ഒരുപാട് നേരം നമ്മൾ റവ വറക്കുന്ന പോലെയൊന്നും അങ്ങനെ വറക്കണ്ട. കുറച്ചൊന്ന് ചൂടായി എടുത്താൽ മതി കേട്ടോ. ചൂടായി എടുത്തതിന് ശേഷം ഞാൻ ഇത് ചെയ്തവരുണ്ടാവും, ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ ഇത് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പറയുന്നത്. അതൊന്നും ചെറുതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചക്കര അതുകൊണ്ട് നിരത്താൻ പോകണ്ടിട്ടോ. അവളെ കൈ പൊള്ളിയിട്ടുണ്ടാവണം. നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതേ പാത്രം തന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിന് എണ്ണ ലേശം കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും. എണ്ണ ലേശം, ഒരുപാടൊന്നും വേണ്ട. നമ്മൾ റവ ഉപ്മാവിനേക്കാൾ ലേശം കൂടുതലെടുത്താൽ മതി കേട്ടോ. അതൊഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചു. നമ്മൾ സാധാ ഉപ്മാവ് ഉണ്ടാക്കും പോലെയുള്ള കലാപരിപാടികളാണ് കേട്ടോ പിന്നെ ചെയ്യുന്നത്. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. കുഞ്ഞാപ്പുവേ, നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കുഞ്ഞാപ്പൂവിന് പിന്നെ എത്ര നേരം മിണ്ടാതിരുന്നാലും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവൾ വല്ലാതെ സൗണ്ട് ഉണ്ടാക്കും. അവൾക്ക് എന്തോ വലിയൊരു പ്രതിഷേധമാണ് ഞാൻ ഫോൺ എടുക്കുന്നത് കേട്ടോ. ലൈവ് ചെയ്യാൻ തുടങ്ങിയാൽ അവൾ എവിടെ നിന്നില്ലാത്ത രീതിയിലുള്ള കച്ചലും ബഹളവും കൊണ്ട് വരും. അതുപോലെ തന്നെയാണ് ഞാൻ റീൽസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവൾക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ പിന്നെ ചോറ് നേരത്തെ അങ്ങോട്ട് വയ്ക്കും. പിന്നെ ഇതാ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഉപ്മാവിൻ്റെ ഇതൊക്കെ ഒന്ന് റോസ്റ്റായി വരുന്നുണ്ട്. ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിൻ്റെ പച്ചച്ചോയൊക്കെ അങ്ങോട്ട് പോകണം. ഉള്ളീൻ്റെയും പച്ചമുളകിൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ പച്ചച്ചോയൊക്കെ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഞാൻ ആ കപ്പിൽ ഒരു 3/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം അപ്പാടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഈ റവ വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇത് വേവാതെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറുവേദനയൊക്കെ എടുക്കും എന്നറിയില്ല കേട്ടോ. ഞാൻ പറയുകയാണ് വയറുവേദനയൊക്കെ എടുക്കുമെന്ന് അറിയില്ല. നമ്മളങ്ങനെ ഒരുവിധം നന്നായി വേവിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കൽ. എനിക്ക് പേടിയാണ്, കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. ഉപ്പൊക്കെ പിന്നെ എൻ്റെ കൈയളവാണ്. എൻ്റെ കയ്യിൽ എനിക്കൊരു ഊഹം ഉണ്ടാവും, ആ ഊഹത്തിന് അങ്ങോട്ട് ഇടലാണ്. ഉണ്ടാവും കറക്റ്റായിട്ട് പറയാനൊന്നും അറിയില്ല. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അന്നേരത്തേക്ക് അതിൻ്റെ ഇടയിൽ കൂടെ അതൊന്ന് തിളയ്ക്കാൻ വെച്ചപ്പോഴത്തേക്ക് നമുക്കൊരു ഹിന്ദിക്കാരൻ വന്നു. അതായത് ബെഡ്ഷീറ്റ് വിൽക്കുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാൾ ഭയങ്കര റേറ്റാണ് കേട്ടോ. ആദ്യം പറഞ്ഞത് ഭയങ്കര റേറ്റാണ്. അതായത് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ റവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീ നല്ലോണം കുറയ്ക്കല്ല, ഒന്ന് നന്നായിട്ട് തിളച്ച് വരും വരെ ഒന്ന് ഹൈലിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ചൊന്ന് വെള്ളം വറ്റി വരുമ്പോൾ പിന്നെ സിമ്മിലിട്ട് കൊടുത്ത് വേവിക്കാട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ആരും ബെഡ്ഷീറ്റുകാരനോട് വില പേശി ഞങ്ങൾ 3 ബെഡ്ഷീറ്റ് മേടിച്ചു. 3 ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ 2 ഉണ്ട് കേട്ടോ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റാണ്. അങ്ങനെ 2, 4, 6 ബെഡ്ഷീറ്റ് കേട്ടോ. അങ്ങനെ 6 ബെഡ്ഷീറ്റ് ഉണ്ട്. 2 കളറും ഒരേപോലെയാണ്. ഒരെണ്ണത്തിൽ 2 ബെഡ്ഷീറ്റ് വെച്ചിട്ട് 6 കേട്ടോ. 1000 രൂപ കൊടുത്തു കേട്ടോ. അയാൾ 1500 രൂപ പറഞ്ഞു. 1500 പറഞ്ഞിട്ട് പിന്നെ 1300 പറഞ്ഞു, 1200 പറഞ്ഞു. ലാസ്റ്റ് 1000 രൂപയ്ക്ക് തന്നു കേട്ടോ. ഒരു ബെഡ്ഷീറ്റിന് നേരെ ഒരു 200 രൂപേൻ്റെ ചോടേ വരുന്നുള്ളൂ. 160, 170 രൂപേൻ്റെ അടുത്തൊക്കെ വരുന്നുള്ളൂ. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വിലയ്ക്ക് കിട്ടില്ല കേട്ടോ.
ബെഡ്ഷീറ്റ് ഇവിടെ ഭയങ്കര ക്ഷാമമാണ്. എന്താ വെച്ചാൽ നമ്മൾ മിക്ക ദിവസം ഒന്നരാടം അല്ലെങ്കിൽ 2 ദിവസം കൂടെ നമുക്ക് ബെഡ്ഷീറ്റ് അലക്കണം. ബെഡ്ഷീറ്റ് അലക്കിയാൽ തന്നെ നമ്മളിപ്പോൾ വിരിച്ചേക്കുന്ന ബെഡ്ഷീറ്റ് കാറ്റടിച്ചാൽ മതി, വേഗം ഉണങ്ങി കിട്ടും. രാവിലെ അലക്കിയാൽ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മഴയാണെങ്കിൽ ഏകദേശം ഉണങ്ങി കിട്ടും. നമുക്ക് നല്ല മഴയാണെങ്കിൽ വേറെ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മളെ കട്ടിൽ തികയില്ല, ചെറിയ ബെഡ്ഷീറ്റുകളാണ് ഉള്ളത്. അന്നേരമുള്ള ബെഡ്ഷീറ്റൊക്കെ നമ്മളെ കുഞ്ഞാപ്പം ഇങ്ങനെ കയറി ഇറങ്ങി പാദസരവും അതും ഇതൊക്കെ ഇട്ട് കൊളുത്തി വലിച്ചിട്ടൊക്കെ ബെഡ്ഷീറ്റൊക്കെ വേഗം വേഗം കീറി പിഞ്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഡെയിലി നമ്മൾ അലക്കുമ്പം തന്നെ ബെഡ്ഷീറ്റൊക്കെ അത്രയല്ലേ അതിനൊക്കെ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അന്നേരം അത് പെട്ടെന്ന് അങ്ങോട്ട് കീറിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ബെഡ്ഷീറ്റ് കുറേ ഞാൻ ഓൺലൈനിലൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ഓൺലൈനിലൊക്കെ നോക്കിയിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഓർഡർ ചെയ്യാൻ നോക്കുമ്പോൾ പൈസ ഉണ്ടാവില്ല. അന്നേരം പിന്നെ അതങ്ങനെ നീണ്ട് പോകും. പിന്നെ മേടിക്കാമെന്ന് വെച്ചിട്ട് പിന്നെ ഇന്നിപ്പോൾ വന്നപ്പോൾ ഷാനത് പറഞ്ഞാൽ എൻ്റെ 1000 രൂപ പോയി കിട്ടി നീ പറഞ്ഞ എന്ന് പറഞ്ഞ പോലെ വാങ്ങുമ്പോൾ അങ്ങോട്ട് വാങ്ങുള്ളൂ കേട്ടോ. അന്നേരം ഞാൻ 6 അങ്ങോട്ട് വാങ്ങി വെച്ചു. ഇതിൻ്റെ അകത്ത് എല്ലാത്തുനിന്നും കൂടെ 3 ഓരോന്ന് എടുത്തു, ബാക്കി 3 ഞാൻ എടുത്തു വെച്ചു കേട്ടോ. ഇത് നാശമായിട്ട് ഇനി അത് എടുക്കുകയുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ വേഗം നാശമാകാൻ എളുപ്പമാണ്. ഈ മക്കൾ ഇങ്ങനെ കയറി ഇറങ്ങുന്നതുകൊണ്ടാണ് കേട്ടോ വേഗം മുഷിയും ചെയ്യും, വേഗം കേടുവരികയും ചെയ്യും. കുഞ്ഞാപ്പുവാണ് ഇവിടെ എല്ലാം കേടുവരുത്തുന്ന ആൾ. ഇതിൽ ആ റോസ് അത്ര കളർ ഒരു സുഖം തോന്നില്ല കേട്ടോ. നമുക്ക് വിരിച്ച് കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടി നീലയും ഈ ആകാശ നീലയും വിരിച്ച കഴിയുമ്പോൾ നല്ല രസമുണ്ട്. ഒരു ജാതി മണമാണ് കേട്ടോ എൻ്റെ അമ്മയെ, ഒരു ജാതി ഉണക്കമീൻ്റെ മണമാണ് കേട്ടോ എൻ്റെ അമ്മയെ. എന്തോ ഒരു മണമെന്ന് പറയണ്ടേ. അത് ഞങ്ങൾ വേഗം അത് കൈയോടെ മുറിച്ചു കഷ്ണിച്ചിട്ടോ 2 കഷ്ണാക്കി. ഇനി അതിന് അരികൊക്കെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അടിച്ചെടുത്തില്ലേ നൂലിങ്ങനെ വലിഞ്ഞ് വരും. അന്നേരം അരികൊക്കെ ഒന്ന് അടിക്കണം. അന്നേരം അലക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അടിക്കാൻ വിചാരിച്ചു. പക്ഷേ അതിൻ്റെ മണം സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു ജാതി പുഴുത്ത മണം എന്ന് പറഞ്ഞാൽ ഉണക്കമീൻ തന്നെ, ശരിക്കും നമ്മൾ ഉണക്കമീനില്ല ആ ഒരു മണം തന്നെയെന്ന് പറയാം. ഇത് ബെഡ്ഷീറ്റിൻ്റെ മുകളിൽ വെച്ചത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ. ആ ബെഡ്ഷീറ്റിൽ നിന്ന് എടുക്കണം. ഈ ബെഡ്ഷീറ്റ് അലക്കി ഉണങ്ങിയിട്ട് പുതിയ ബെഡ്ഷീറ്റ് ഇടണം. കുട്ടികളുള്ളതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് മാറ്റിയേ പറ്റുള്ളൂ. ഇവരിങ്ങനെ കയറി ഇറങ്ങും ഒരു 110 പ്രാവശ്യം. അന്നേരം ബെഡ്ഷീറ്റ് നിങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കലുണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെ വാങ്ങിച്ചിട്ടെൻ്റെ കഥ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അങ്ങോട്ട് മുക്കി ഇപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു പശപ്പ് പോലെ ഇങ്ങനെ വടിവൊത്ത് നിൽക്കണ്ട കേട്ടോ. ബെഡ്ഷീറ്റ് നല്ല വെയിറ്റും ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിൽ അങ്ങോട്ട് മുക്കി കഴിഞ്ഞപ്പോഴല്ലേ ബെഡ്ഷീറ്റിൻ്റെ ഇത് അറിഞ്ഞത്. കളറൊന്നും പോണില്ല കേട്ടോ, ഒരു തുള്ളി കളർ പോണില്ല. പക്ഷേ ഷൂന്ന് പറഞ്ഞ പോലെ ആയിപ്പോയിട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വന്ന് ബെഡ്ഷീറ്റ്. ഇതേ ബെഡ്ഷീറ്റില്ല ഒറ്റ പീസ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളാരും കണ്ടിട്ടില്ല, അമ്മ വാങ്ങിച്ചത്. അമ്മയ്ക്ക് 300 രൂപയ്ക്ക് അമ്മേനെ പറ്റിച്ചിട്ട് പോയിട്ട്. ഇങ്ങനെ 2 എണ്ണം ഇല്ല ഒരെണ്ണത്തിൽ, ഒറ്റ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റ പൊളി കേട്ടോ. ഇങ്ങനത്തെ ഒറ്റ പൊളി ഉണ്ടായിരുന്നുള്ളൂ. ലേശം ഒരു പൊടിക്ക് വലിപ്പം വ്യത്യാസം ഉണ്ട് എന്ന് മാത്രം കേട്ടോ. അങ്ങനത്തെ വാങ്ങിച്ചിട്ട് അമ്മേനെ പറ്റിച്ചിട്ട് പോയിട്ടോ. 300 രൂപ കൊടുത്തു അങ്ങനത്തെ ഒരു പൊളി ബെഡ്ഷീറ്റിന് കേട്ടോ. ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചായിരുന്നു. ഇതന്നെ ഫില്ലോ കവറും ബെഡ്ഷീറ്റും കൂടെ വരുന്നത് കടയിൽ നിന്ന് മേടിച്ചത് 250 രൂപ 300 രൂപയ്ക്ക് ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ അതെന്ന് വെച്ചാൽ വേഗം പിഞ്ചി പോകുന്നുണ്ട്. ലോക്കലാണ് തുണി, പിന്നെ നമുക്ക് കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങൾ 2018 പ്രളയത്തിൻ്റെയൊക്കെ മുന്നേ ഇതുപോലെ കൊണ്ടുവരുന്നവരുന്ന് ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ വർഷം നിന്നു കേട്ടോ, കുറേ കാലം നിന്നു. ഞങ്ങൾ 2018 വാങ്ങിച്ചിട്ട് 2023 വരെയൊക്കെ ഉപയോഗിച്ചു ആ ബെഡ്ഷീറ്റ്. അങ്ങനെ കീറിപ്പോയിട്ടില്ല, കളറും പോകുന്നില്ലാത്ത നല്ലൊരു ബെഡ്ഷീറ്റായിരുന്നു. പിന്നെ ഇതത് നേരെ ഞാൻ കയ്യോടെ കൊണ്ട് അലക്കിയിടുകയാണ്, അല്ലെങ്കിൽ കുഞ്ഞാപ്പൂ അതിൻ്റെ അകത്ത് ഇങ്ങനെ കയറി കളിക്കും കേട്ടോ. അതുകൊണ്ട് നേരെ അലക്കാൻ പോവാണ്. ഷാനുണ്ടായിരുന്നു വെള്ളം മുക്കിയിട്ട് കയറിയിരുന്നു, കണ്ടിട്ടില്ല. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടാ ചങ്കു വിചാരിച്ചോ, കണ്ടാ ചീത്ത പറയും കേട്ടോ. അത് കണ്ടിട്ടില്ല. പൊന്നൂസ് മേലെ ഫോണും പിടിച്ച് നിൽക്കുന്നത്. അരെ കയ്യോടെ അതാ സോപ്പും വെള്ളത്തിൽ മുക്കിയിട്ടാണ് അലക്കുന്നത് കേട്ടോ. സോപ്പ് വെള്ളത്തിൽ മുക്കുമ്പോഴത്തേക്ക് നല്ല ഇങ്ങനെ വലിപ്പത്തിൽ നിന്നിരുന്നു. സോപ്പ് വെള്ളത്തിൽ മുക്കിയപ്പോഴത്തേക്ക് അത് ഷൂ പോലെ ആയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അലക്കിയിടാൻ തോന്നും. വെയിൽ കാണുമ്പോൾ എത്ര പണിയെടുത്താലും തീരൂല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ഇങ്ങനെ അലക്കലും പിടിക്കലും തന്നെ പരിപാടിയായിരിക്കും. ഇന്നലെ അല്ല ഞാനൊരു പുതപ്പ് അലക്കി, ഇന്നിപ്പോൾ ഒരു പുതപ്പ് അലക്കി. അങ്ങനെ 2 പുതപ്പ് ഇപ്പോൾ 2 ദിവസമായിട്ട് അലക്കി കേട്ടോ. ചെറുതാണ് അലക്കുന്നത്. കുട്ടികൾ പുതക്കുന്നത് അലക്കൽ നടക്കില്ല, അത് ഭയങ്കര കനമുള്ള പുതപ്പാണ്. ഞങ്ങൾ പുതയ്ക്കുന്നത് പിന്നെ ചെറിയ പുതപ്പാണ്, അതുകൊണ്ട് അത് വേഗം ഉണങ്ങി കിട്ടുന്നുണ്ട്. കുട്ടികൾ പുതയ്ക്കുന്നത് അപാര പുതപ്പാണ്. പൊന്നുവിന് പിന്നെ വേനൽക്കാലാണെങ്കിൽ മഴക്കാലാണെങ്കിൽ ആ കട്ടിപ്പുതപ്പില്ലാണ്ട് അവൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഏത് വേനൽക്കാലത്ത് പുതപ്പ് വെച്ചിറക്കുന്ന ഒരാളാരാന്ന് ചോദിച്ചാൽ നമ്മളെ പൊന്നൂസാന്ന് പറയേണ്ടി വരും. അതാണ് അവളെ കഥ. ഇനിയിപ്പോൾ നല്ല വെയിലുണ്ടോ നോക്കിയിട്ട് വേണം അവരെ പുതപ്പും കൂടെ ഒന്ന് അലക്കിയിടാൻ. ഞാൻ തല്ലി തിരുമ്പൊന്നൊന്നുമില്ല, കുത്തി തിരുമ്പി എടുക്കുന്നേ ഉള്ളൂ. സോപ്പും വെള്ളത്തിലിട്ടിട്ട്. പുഴയിലെ വെള്ളമൊക്കെ കുറഞ്ഞു, നല്ല തെളിച്ചൊക്കെ ഉണ്ട് വെള്ളത്തിന് കേട്ടോ. ലൈവിൽ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം പുഴയിലെ വെള്ളത്തിൻ്റെ സ്ഥിതിയൊക്കെ. ലൈവിൽ വരാത്ത കൂട്ടുകാരുണ്ടാവില്ല, അവരോടാണ് കേട്ടോ പറഞ്ഞത്. അല്ല ചക്കര ഇതവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, ഞാൻ അലക്കുന്നത് നോക്കിയിട്ട്. ഉപ്മാവൊക്കെ അടുപ്പത്ത് വെച്ച് ഉപ്മാവൊക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഇനി വന്നിട്ട് നേരെ ചായ കൊടുക്കുക എന്നുള്ള കണ്ടീഷനിൽ. കറി വെച്ചിട്ടില്ല, സാമ്പാർ വെക്കണം. ഇന്നലത്തെ മീൻ കറി ഉള്ളതുകൊണ്ട് പിന്നെ രാവിലെ ആർക്കെങ്കിലും കഴിക്കണമെങ്കിൽ അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് സാമ്പാർ വെക്കാൻ നിൽക്കാണ്ട് ബാക്കി വേഗം വെയിലുള്ളതുകൊണ്ട് പുറം പണികളൊക്കെ വേഗം അങ്ങോട്ട് തീർത്ത് വെക്കുകയാണ് കേട്ടോ.
പുതപ്പ് ഞാൻ രാവിലെ അലക്കിയിട്ടു കേട്ടോ. എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ സോപ്പ് വെള്ളത്തിൽ എണീറ്റ് അവിടെ മുക്കി വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വേഗം പോയിട്ട് അലക്കിയിട്ട്. പക്ഷേ പുതപ്പായതുകൊണ്ട് വെള്ളം ഊറി ഉണങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് പാടല്ലേ. ഒരു അനിയൻ്റെവരൊക്കെ ഉണ്ട് പുതപ്പ് തിരുമ്പിയിട്ടിട്ട്. എല്ലാവരും വെയിൽ കാണുമ്പോൾ പുതപ്പ് തിരുമ്പൽ ഒരു പണിയാണ്. എന്താ വെച്ചാൽ മഴക്കാലത്ത് മഴേൻ്റെ മുന്നേ നമ്മൾ തിരുമ്പിയിടുന്നില്ല. അന്നേരം മഴക്കാലത്ത് കുറച്ച് നാളിങ്ങനെ പുതച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഈർപ്പോ അതും ഇതൊക്കെ നിൽക്കുമ്പോൾ വേഗം ഒരു സ്മെല്ല് വരും. അന്നേരം വേഗം എല്ലാവരും വെയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പുതപ്പലക്കലാണ്. കുറച്ച് അരിയും ഗോതമ്പൊക്കെ ഉണങ്ങാണ്ട് ഈ വെയിൽ നല്ലോണം നോക്കിയിട്ട് വേണം അതൊക്കെ ഒന്ന് ലേശം ഉണക്കിയെടുക്കാൻ. അര തുണികൾ ഇതാ ഇഷ്ടം പോലെ തൂക്കിയിട്ടുണ്ട്. അഴ താന്ന് കിടക്കുന്നതുകൊണ്ട് താന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ തുണികൾ. അനിയൻ്റെ ഓരോ തുണികളൊക്കെ അവിടെ വിരിച്ചിട്ടുണ്ട്. കുഞ്ഞാപ്പൂ കണ്ടോ തുണീൻ്റെ ഉള്ളിൽ കളിക്കുന്നത്. എവിടെ പോയാലും കയ്യും കാലം അനങ്ങാണ്ടിരിക്കില്ല പറഞ്ഞ പോലെ തുണീൻ്റെ ഉള്ളിൽ കൂടെ കയറി കളിക്കുന്നുണ്ട് കേട്ടോ. അരുതാ തുണിയൊക്കെ ആറിയിട്ടിട്ട് പോകുന്നുണ്ട്. ബെഡ്ഷീറ്റാണ് ആറിയിട്ട. ഇനിയിപ്പോൾ ഇന്നലെ അലക്കിയിട്ട തുണിയും കാര്യങ്ങളൊക്കെ ആറിയിടാനുണ്ട്. ഇനി പോയിട്ട് വേണം അതെടുത്തിട്ട് റിട്ടേൺ വീണ്ടും കയറി വരും. വെയിലെറിച്ച് കഴിഞ്ഞ് ഈ ഒരു കയറ്റം ഒരു 10-20 പ്രാവശ്യമെങ്കിലും കയറും കേട്ടോ. തുണി കാണുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞ പോലെ തുണി കാണുമ്പോൾ അപ്പം മഴ വരും ചില സമയത്ത്. അന്നേരം ഇങ്ങനെ ഓടി നടക്കൽ തന്നെ ഒരു പണിയാണ് കേട്ടോ. അന്നേരത്തെ പൊന്നൂസിൻ്റെ സോക്സൊക്കെ അവിടെ തന്നെ ഉണ്ട്, എടുത്ത് വെച്ചിട്ടില്ല. അരുതാ കുഞ്ഞാപ്പൂ എൻ്റെ പുറകെ തന്നെ കയറി വരുന്നുണ്ട്. മേലേക്ക് താഴേക്ക് എന്ന് പറഞ്ഞ പോലെ ഞാൻ പോകുന്ന പുറകെ തന്നെ അവളും കയറി വരുന്നുണ്ട്. കേട്ടോ നല്ല ചൂടുള്ള വെയിലാണ് കേട്ടോ. നല്ല തീക്കട്ട പോലെ ഉണ്ട് വെയിൽ. ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോഴത്തേക്കും ഈട് മൂടി മഴ വരുന്നുണ്ട് കേട്ടോ. രാവിലെയാണ് കേട്ടോ ഈ വെയിൽ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ മഴയാണെന്നൊക്കെ പറയുന്നുണ്ട്. 15-ാം തീയതി മുതൽ വീണ്ടും മഴ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ ആവും എന്തൊക്കെയായി തീരുന്നൊന്നും അറിയില്ല. തുണി ആറിയിടാൻ നമുക്ക് സ്ഥലം കുറവാണ്. നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ വെയിലിൻ്റെ മുകളിൽ കൂടിയും പൊന്തൻ്റെ മുകളിൽ കൂടിയൊക്കെ വേണം തുണി ആറിയിടാൻ. എന്താ വെച്ചാൽ എല്ലാവരും തുണികളും ഉണ്ടാവും മുകളിൽ ആറിയിടാൻ. അനിയൻ്റെ അടുത്ത് ഉണ്ടാവും, ഞങ്ങളത് ഉണ്ടാവും, അമ്മൻ്റെ അടുത്ത് ഉണ്ടാവും, എല്ലായിടത്തും അവിടെയും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെ പോലും തുണികൾ കുറേ ഉണ്ടാവും. അന്നേരം ഉള്ള സ്ഥലത്ത് എല്ലാവരും കൂടെ ഒപ്പിച്ച് അങ്ങോട്ട് ആറിയിടും കേട്ടോ. എന്താ പുതപ്പൊക്കെ അലക്കിയിട്ട് വെയിലിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അതായത് ഉപ്മാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ഉപ്മാവൊക്കെ ഉണ്ട്, നല്ല വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഉപ്മാവ്. ഇത് കുഞ്ഞാപ്പൂനുള്ള വിളമ്പാണ് കേട്ടോ. കുഞ്ഞാപ്പൂനുള്ളത് നിരത്തി വെച്ച് മുളകൊക്കെ പെറുക്കി വൃത്തിയാക്കി കൊടുത്തില്ലെങ്കിൽ 36 പിന്നെ അത് മതി കേട്ടോ. എന്നാൽ തന്നെ തിന്നാൻ ഭയങ്കര മടിയാണ് കേട്ടോ പെണ്ണിന്. അവളെ തീറ്റിക്കാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പരിപാടി എന്ന് പറയുന്നത്. എന്നാലും ഇപ്പോൾ കുട്ടികളുള്ളതുകൊണ്ട് അവരെ കൂടെ എങ്ങനെയൊക്കെ തിന്നും മതി അവിടെ വെച്ചിട്ട് വരുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് തീറ്റ കണ്ടപ്പോൾ ഉണ്ടാവും ഭയങ്കര ഉറക്കം വരൽ, ഭയങ്കര പരിപാടിയാണ് കേട്ടാ. എന്തോ ഒരു കുട്ടിയാന്ന് എനിക്കറിയില്ല കണ്ട. എന്തോ ഒരു ക്ഷീണോ ഉറക്കം വരലോ എന്തൊക്കെയോ പ്രശ്നമാണ് കുട്ടിക്ക്. തിന്നാൻ പറഞ്ഞതിനുള്ള പ്രശ്നമാണ് കേട്ടത്. ഞാൻ ഇതാ 3ആൾക്കുള്ളത് വിളമ്പിയെല്ലാം കൊടുത്ത് ഇവർക്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ തിന്നത്. പിന്നെ ഇത് ഉച്ചക്കത്തെ വീഡിയോ കേട്ടോ. അത് സാമ്പാറാണ്. സാമ്പാർ കഷ്ണം പരിപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അരച്ചതെല്ലാം കൂടെ മിക്സാക്കി വെച്ചാട്ടോ. ഞാൻ ഇതിന് മുന്നേ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം കഷ്ണങ്ങളൊക്കെ വാട്ടിയതും പുളി പിഴിഞ്ഞതും പൊടി ചൂടാക്കിയതും എല്ലാം കൂടെ ഞാൻ ആ പാനിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകി വെച്ചാണ് കേട്ടോ. എനിക്ക് ലൈവ് ഇടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അന്നേരത്തേക്ക് ഇത് ഉപ്പേരിക്കുള്ളത് പൊന്നുവിനെ കൊണ്ട് അരിയിപ്പിച്ചിട്ട് വേഗം അതും ഒരു അടുപ്പത്ത് വെച്ച് സാമ്പാർ അപ്പുറത്ത് തിളയ്ക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ലൈവ് ഇടാൻ പോയത്. അതൊരു സാമ്പാർ ഇടയ്ക്ക് വന്നിട്ട് ഓഫാക്കിയിട്ട് പോവുക ചെയ്തത്. എല്ലാം കൂട്ടിയാക്കിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് ഓഫാക്കി വെച്ചാൽ മതി. സാമ്പാർ പൊടിയും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് ഓഫാക്കിയാൽ മതി. പിന്നെ പാത്രങ്ങളൊക്കെ വേഗം ടപ്പേ പറഞ്ഞ് കഴുകി വെച്ചു. പിന്നെ ഇത് ഉച്ചയ്ക്ക് ശേഷം ലൈവിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് സാമ്പാർ ഉപ്പേരിയൊക്കെ ആയതിന് ശേഷം ഇത് ഷാൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അന്നേരം അവനും കുറച്ച് ബീഫൊക്കെ കൊണ്ടുവന്നായിരുന്നു. അന്നേരം അതൊക്കെ കറി വെക്കുകയാണ് കേട്ടോ. അന്നേരം കപ്പയ്ക്ക് വിളിച്ചു കൊണ്ടിട്ട് കപ്പ കൊണ്ടുവന്നു. വണ്ടിക്കാരെ വിളിച്ച് പറഞ്ഞു, ടൗണിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടോ. അവർ വണ്ടിയിൽ കൊടുത്തു വിട്ടുട്ടാ. ബീഫിൻ്റെ ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, എങ്ങനെ വെച്ചു എന്നുള്ളതൊന്നും എടുക്കാൻ പറ്റിയില്ല. അന്നേരം ഞാൻ ലൈവ് ഇടുന്നതുകൊണ്ട് അതൊന്നും നടന്നില്ല കേട്ടോ. ഞാൻ അടുപ്പത്ത് വെക്കുമ്പോൾ തൊട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളൂ. അതായത് കപ്പ കൊണ്ടുവന്ന് ഞാനതൊക്കെ ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കപ്പ വേഗം ഗ്യാസിലാണ് വെച്ചത്. ബീഫ് നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരലൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴും മേടിക്കുള്ളൂ. കാരണം അങ്ങനെ വീട്ടിലേക്ക് ഇവിടെ കൊണ്ടുവന്ന് ശീലമില്ല. നമ്മൾ പിന്നെ കടയിൽ പോയിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് വല്ലപ്പോഴെങ്കിലും കൊല്ലത്തിൽ 1-2 പ്രാവശ്യം, അതിൽ കൂടുതലൊന്നും മേടിക്കാറില്ല. ചിലപ്പോൾ അങ്ങനെയും മേടിക്കാറില്ല കേട്ടോ. ഇവരെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ മേടിക്കും എന്നല്ലാണ്ട് നമ്മളങ്ങനെ വാങ്ങിക്കലേ ഇല്ല. അത് ചിക്കൻ മേടിക്കും എന്നല്ലാണ്ട്. കപ്പയും ബീഫും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. തിന്നാൽ വയറ് നിറയുന്ന അറിയില്ല എന്ന് പറയും പോലെ നല്ല കോമ്പിനേഷനാണ് കപ്പയും ബീഫും. അന്നേരം കപ്പ വേഗം വേകുന്ന കപ്പയായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്നേരം കപ്പ ഞാൻ വേഗം ഗ്യാസിലൊക്കെ വേവിച്ചു. കപ്പയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല പൊടിയായിട്ടുള്ള കപ്പയായിരുന്നു കേട്ടോ. 2-3-4 തിളച്ചപ്പോഴത്തേക്കും കപ്പ വേഗം ചേച്ചീൻ്റെ അടുത്ത് കൊടുക്ക്. കപ്പയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് നല്ല ചൂടുണ്ട്. എൻ്റെ വായി പൊള്ളിയിട്ടോ. ഉപ്പുണ്ടോ നോക്കിയത്. അന്നേരം ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. കപ്പയ്ക്ക് ഞാൻ വറവിടുന്നത് വലിയ കാര്യമായിട്ട് വറവൊന്നും ഇപ്രാവശ്യം ഇട്ടിട്ടില്ല. കറി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞ് കടുക് പൊട്ടിച്ചപ്പോൾ അതിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. വേറെ ചതച്ചിടൊന്നും ചെയ്തിട്ടില്ല. ബീഫ് ഇത് അവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
അടുത്ത കപ്പയും ബീഫും കൂടെ കഴിക്കാൻ പോകണം. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല കേട്ടോ. 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി സമയം കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഇവർ രണ്ടുപേരും കൂടിയാണ് കേട്ടോ കഴിച്ചത്. അവരിതാ വാഴയിലയൊക്കെ വെട്ടി നല്ല അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അതുണ്ടോ, ഇതുപോലെയൊന്നല്ല കേട്ടോ. ഇവർ 3-4 പേരുണ്ട് കേട്ടോ. ഇവർ 3-4 പേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടലുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും 4 വഴിക്കായതിന് ശേഷമാണ് ഇവർ 2 പേര് മാത്രമായി. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവർ കൂടലുണ്ട്. നെയ്ച്ചോറായിട്ടും ബിരിയാണി ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ കൂടലുണ്ട്. ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ടില്ല. എന്നിട്ട് രണ്ടാളും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഇത് ഞങ്ങൾ വൈകുന്നേരമാണ് കേട്ടോ കഴിച്ചത്. ചായേൻ്റെ കൂടെയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത്. ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് തിന്നു. അന്നേരം പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ എന്നൊരു ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.